Hello everyone, how are you all? Welcome to a new episode of English with Havish. Hello everyone, how are you all? Welcome to Student Plan. So, last episode നമ്മൾ എന്താണ് പഠിച്ചത്? BE എന്ന് പറഞ്ഞാൽ ആകുക എന്നൊരു മീനിങ് അതിലുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ആകുക എന്ന് മാത്രമല്ല, അതിൻ്റെ ഫ്രണ്ട്സും സിബ്ലിങ്സും റിലേറ്റീവ്സും ഒക്കെ ആയ ആയിരിക്കും, ആകും, ആകില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. റൈറ്റ്? സോ ഇന്ന് നമ്മൾ യൂസസ് നോക്കുകയാണ്. സോ ഇതൊക്കെയാണ് യൂസസ്. ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ BE കൊണ്ടുപോയിട്ട് ചേർക്കൽ. നമ്മൾക്ക് ഓരോന്നോരോന്നായി നോക്കാം. ആദ്യം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഐ വിൽ വെയിറ്റ് ഫോർ യു. ഞാൻ നിനക്കായി കാത്തിരിക്കും. ഇവിടെ BE എവിടെയാണ്? ഐ വിൽ വെയിറ്റ് ഫോർ യു ഫ്യൂച്ചറിൽ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നുള്ളത്. ഞാൻ നിനക്കായി കാത്തിരിക്കും. പക്ഷെ ഇവിടെ BE ഇല്ല. ഐ വിൽ ബി ഇൻ കാസർഗോഡ് ടുമാറോ. ഞാൻ നാളെ കാസർഗോഡിൽ ആയിരിക്കും. ഇവിടെ BE വന്നു അല്ലേ? ആയിരിക്കും എന്നൊരർത്ഥം വരുമ്പോൾ അവിടെ BE വന്നു. ഐ വിൽ ബി ഇൻ കാസർഗോഡ് ടുമാറോ. ഇത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. നെക്സ്റ്റ് വൺ, ഷീ വിൽ ബി 16 years old നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച അവൾക്ക് 16 വയസ്സ് ആകും. ഓക്കെ, സോ ആകുക എന്ന് പറയുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചറിൽ BE വരും. ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആയാലോ? ഐ വിൽ നോട്ട് ബി ലേറ്റ് ടുമാറോ. ഞാൻ നാളെ വൈകില്ല. ഇവിടെ കണ്ടോ, ഇവിടെയും BE വന്നു. സോ തിങ്ക് അബൌട്ട് ഇറ്റ്സ് മീനിങ്. ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആയാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആട്ടോ. വിൽ യു ബി അറ്റ് വർക്ക് ടുമോറോ മോർണിംഗ്. നാളെ നിങ്ങൾ ജോലിയിൽ ആയിരിക്കുമോ? സോ ആയിരിക്കുമോ, ആകുക എന്ന ആ ഒരു മീനിങ് വരുമ്പോൾ അവിടെ BE വരും. എവിടെ? സിമ്പിൾ ഫ്യൂച്ചറിൽ. സോ നിങ്ങൾ ഈ സെൻറ്റൻസ് ഒക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ വേറെ വേർബ് ഇല്ല. ഇവിടെ BE ആണ് മെയിൻ വേർബ്. ഓക്കെ, ആൻഡ് വില്ല് ഹെൽപ്പിംഗ് വേർബാണ്. അടുത്ത യൂസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുല അറിയാമല്ലോ. വിൽ പ്ലസ് BE പ്ലസ് വേർബ് പ്ലസ് ING. അപ്പോൾ ഇവിടെ BE അത്യാവശ്യമാണ്. ഷീ വിൽ ബി വെയിറ്റിംഗ് ഫോർ മീ ഇൻ കൊച്ചി. അവൾ എനിക്ക് വേണ്ടി കൊച്ചിയിൽ കാത്തിരിക്കുക ആയിരിക്കും. സോ ആകുക എന്നൊരു മീനിങ് വരുന്ന കാണുന്നില്ലേ നിങ്ങൾ? ഐ വിൽ ബി ഈറ്റിംഗ് പിസ്സ വെൻ യു അറൈവ്. നിങ്ങൾ വരുമ്പോൾ ഞാൻ പിസ്സ കഴിക്കുകയായിരിക്കും. ആകുക. സോ ഇത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫ്യൂച്ചറിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അവിടെ BE നമ്മൾ ഉപയോഗിക്കും. ഐ വിൽ ബി വർക്കിംഗ് അറ്റ് 4 o'clock. 4 മണിക്ക് ഞാൻ ജോലി ചെയ്യുകയായിരിക്കും അല്ലേ? നാളെ 4 മണിക്ക് ഞാൻ ജോലി ചെയ്യുകയായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അവിടെയും ആകുക എന്നൊരു മീനിങ് വരുന്നുണ്ട്. I'll be playing tennis tomorrow at 10 o'clock. നാളെ 10 മണിക്ക് ഞാൻ ടെന്നീസ് കളിക്കുകയായിരിക്കും. സോ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ BE ഒരു ഹെൽപ്പിംഗ് വേർബ് മാത്രമാണ്. അതിനുശേഷം ഒരു മെയിൻ വേർബ് ഉണ്ട്. നമുക്ക് BEൻ്റെ അടുത്ത യൂസ് നോക്കാം. BE ഈസ് യൂസ്ഡ് വിത്ത് മോഡൽ വേർബ്സ്. മോഡൽ വേർബ്സിൻ്റെ കൂടെ നമ്മൾ BE ഉപയോഗിക്കും. നമ്മൾ ഓൾറെഡി വില്ല് ഉപയോഗിച്ചതായിട്ട് കണ്ടു. ഇനി ബാക്കിയുള്ള മോഡൽ വേർബ്സായ വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൾ, ഷുഡ്, മസ്റ്റ്, ഇവിടെയും എങ്ങനെയാണ് നമ്മൾ BE ഉപയോഗിക്കുന്നത് നോക്കാം. റൈറ്റ്? വാട്ട് ആർ മോഡൽ വേർബ്സ്? എന്താണ് ഈ മോഡൽ വേർബ്സ്? ആൻ ഓക്സിലറി വേർബ് ദാറ്റ് എക്സ്പ്രസസ് നെസസിറ്റി ഓർ പോസിബിലിറ്റി. ഒരു ഓക്സിലറി വേർബാണ്, ഒരു സഹായക്രിയയാണ്. അത് പ്രകടിപ്പിക്കുന്നു. എന്ത് പ്രകടിപ്പിക്കുന്നു? ആവശ്യവും സാധ്യതയും പ്രകടിപ്പിക്കുന്നു. ആദ്യത്തെ നോക്കാം, വുഡ് വെച്ചിട്ട്. ഐ ന്യൂ യു വുഡ് ബി ഹാപ്പി. ഐ ന്യൂ യു വുഡ് ബി ഹാപ്പി. നീ സന്തോഷവാനായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എപ്പോഴും വുഡിന് ശേഷം BE വന്നോളണമെന്നില്ല. പക്ഷേ ആകുക എന്നൊരു അർത്ഥം വരുമ്പോൾ, സന്തോഷവാനായിരിക്കും എന്നൊരർത്ഥം വരുമ്പോൾ നമ്മൾ BE ഉപയോഗിക്കണം. അടുത്ത മോഡൽ വേർബ് ക്യാൻ ആണ്. ഇറ്റ് കനോട്ട് ബി ഫാൾസ്. അത് വ്യാജമായിരിക്കില്ല. ഓക്കെ, ഓൻ്റെ കഥ കേട്ടത് വ്യാജമായിരിക്കില്ല. ആകില്ല എന്നൊരർത്ഥം വരുമ്പോൾ ക്യാനോ കനോട്ടിന് ശേഷമോ BE വരും.
എപ്പോഴും കനോട്ടിന് ശേഷം ബി വരില്ല, പക്ഷേ ആകുക എന്നൊരു അർത്ഥം വരുമ്പോൾ കനോട്ടിന് ശേഷം ബി വരും. കുഡ്. ദ മൊബൈൽ കുഡ് ബി ഇൻ യുവർ ബാഗ്. മൊബൈൽ നിങ്ങളുടെ ബാഗിലായിരിക്കാം. ചെറിയൊരു സ്മോൾ പോസിബിലിറ്റിയാണ്, സ്മോൾ. അവിടെയാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പക്ഷേ കുഡിന് ശേഷം എപ്പോഴും ബി വരില്ല. ആകുക എന്നൊരു അർത്ഥം വരുമ്പോഴാണ് ബി വരുന്നത്. മേ. ദ ടെസ്റ്റ് മേ ബി ഹാർഡ്. പരീക്ഷ കഠിനമായിരിക്കാം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, മേന് ശേഷം ബി വന്നു. എന്തുകൊണ്ട്? ആകുക എന്നൊരു അർത്ഥം വന്നതുകൊണ്ട്. ഇറ്റ് മൈറ്റ് ബി എ റെയിനി ഡേ ടുമോറോ. നാളെ മഴയുള്ള ദിവസമായിരിക്കാം. ആയിരിക്കാം. ഇവിടെ ചെറിയൊരു സ്മോൾ പോസിബിലിറ്റി ആണുള്ളത്. വീണ്ടും ആകുക എന്നൊരു അർത്ഥവും വരുന്നുണ്ട്. അപ്പോൾ മൈറ്റ് എന്ന മോഡൽ വേർബിന് ശേഷം ബി വന്നു. ഇനി നമ്മൾക്ക് ഷുഡ് നോക്കാം. യു ഷുഡ് ബി മോർ റെസ്പോൺസിബിൾ. നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. ഓക്കെ, ഇവിടെ കണ്ടോ ആകുക വന്നിട്ടുണ്ട്. എപ്പോഴും ഷുഡിന് ശേഷം ബി വരില്ല, പക്ഷേ ആകുക എന്നൊരു അർത്ഥം വരുമ്പോൾ ബി വന്നിരിക്കും. അടുത്തത് മസ്റ്റ് ആണ്. ദാറ്റ് മസ്റ്റ് ബി ഫേക്ക്. അത് വ്യാജമായിരിക്കണം. ഇവിടെ സ്ട്രോങ് പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ന്യൂസിൽ കാണുമ്പോൾ മിക്കവാറും പറയുന്ന ഒരു സംഭവമാണ് ദാറ്റ് മസ്റ്റ് ബി ഫേക്ക്. അപ്പോൾ ആയിരിക്കണം, ആകുക എന്നതിൻ്റെ ഒരു സിബ്ലിംഗ് ആയിട്ട് വരും ആയിരിക്കണം. അടുത്തത് സെമി മോഡൽ വേർബ്സ് ആണ്. ഓക്കെ, എന്താണ് സെമി മോഡൽ വേർബ്സ്? മോഡൽ വേർബ്സ് ആയ ക്യാൻ, കുഡ്, ഷുഡ് ഒക്കെ ഒറ്റയ്ക്ക് വരും, പോരാളിയാണ്. പക്ഷേ സെമി മോഡൽ വേർബ്സ് അത്ര അങ്ങ് പോരാട്ടം കുറച്ച് കുറവാണ്. അപ്പോൾ ടു എന്നൊരു വേർഡിനും കൂട്ടിയിട്ട് വരും, ഒറ്റയ്ക്ക് വരാത്ത കൊണ്ട്. ഓൾറൈറ്റ്. ഹാവ് ടു ആദ്യത്തെ മോഡൽ വേർബാണ്. വി ഹാവ് ടു ബി അറ്റ് സ്കൂൾ അറ്റ് 9. നമ്മൾ സ്കൂളിൽ 9 മണിക്ക് എത്തിയിരിക്കണം. റൈറ്റ്, സ്കൂളിൽ ഉണ്ടായിരിക്കണം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അവിടെ ആകുക എന്ന അർത്ഥം വന്നു, അങ്ങനെ നമുക്ക് ബി ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. ഹാവ് ടു ബി. അടുത്ത സെമി മോഡൽ വെർബ് ought to ആണ്. യു ought to be punctual at work. ജോലി സ്ഥലത്ത് നിങ്ങൾ കൃത്യനിഷ്ഠ ഉള്ളവർ ആയിരിക്കണം. ഓക്കെ, ഇവിടെയും കണ്ടോ ആകുക, ആയിരിക്കണം. അടുത്തത് നീഡ് ടു ആണ്. യു നീഡ് ടു ബി ഹിയർ ബിഫോർ 5. നിങ്ങൾ 5-ന് മുമ്പ് ഇവിടെ ഉണ്ടായിരിക്കണം. ആകുക, ഉണ്ടായിരിക്കണം. അപ്പോൾ നീഡ് ടുൻ്റെ ശേഷം സെൻറ്റൻസിൽ ആകുക എന്നൊരു അർത്ഥം വരുമ്പോൾ ബി നമ്മൾ ഉപയോഗിക്കണം. അടുത്തത് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് അല്ലേ. ഇമ്പറേറ്റീവ് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ആജ്ഞാപിക്കൽ. ഫോർ എക്സാമ്പിൾ, സ്റ്റോപ്പ് ടോക്കിംഗ്. സംസാരം നിർത്തൂ. ഗിവ് മീ ദാറ്റ് ബുക്ക്. ആ പുസ്തകം തരൂ. പക്ഷെ ഇവിടെ ഒന്നും ബി കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഇവിടെ ബി ഇല്ലാത്തത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബി സൈലന്റ്. നിശബ്ദരാകുക. അവിടെ ബി വന്നു അല്ലേ, ആകുക. ഓൾവേസ് ബി കൈൻഡ്. എപ്പോഴും ദയവുള്ളവർ ആവുക. ഓക്കെ, ആകുക. സോ ആകുക എന്ന് പറയുമ്പോഴൊക്കെ ബി വരുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നു ആകുക എന്ന് പറയുമ്പോൾ മാത്രം എപ്പോഴും 100% ആയിട്ട് ബി വരണമെന്നില്ല. വേറെ അർത്ഥങ്ങളിൽ കൂടിയും ബി വരാം. പക്ഷേ ആകുക എന്ന് പറയുമ്പോൾ കൂടുതലും ബി വരുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഫ്രണ്ട്സ്.